ഭയപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയണം, എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം. പ്രൈസ് ലോർഡ്. ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തെ കാരാഗൃഹ ലേഖനം എന്നാണ് പറയപ്പെടുന്നത്, പ്രിസൺ എപ്പിസിൽസ്. ഇതിന്റെ കൂട്ടത്തിൽ ഒത്തിരി കാരാഗൃഹ ലേഖനങ്ങളുണ്ട്. അത് കൂട്ടത്തിൽ തന്നെയാണ് തിമോഥെയോസിന്റെ ലേഖനവും കാരാഗൃഹ ലേഖനത്തിൽ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇത് കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വിശ്വസിക്കുന്നുണ്ട്, നീറോ ചക്രവർത്തിയുടെ കാലത്ത് പ്രൈസ് ലോർഡ് അപ്പോസ്തലനായ പൗലോസിനെ വിചാരണയ്ക്ക്, രണ്ടാം പ്രാവശ്യം വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതി കഴിഞ്ഞ ഉടനെ അപ്പോസ്തലനായ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് കൊന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ തന്റെ മരണം മുന്നിൽ കാണുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് കൂടെ ഉള്ളതിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയ. പ്രൈസ് ലോർഡ്. ഒരു ആത്മീയന്റെ നല്ല ലക്ഷണമാണ്, എനിക്കെല്ലാം നല്ല കാലം വന്നേച്ച് എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയേച്ച് ഞാൻ കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിന് വേണ്ടി ചെയ്യാം, കർത്താവിന് വേണ്ടി ഓടാമെന്നുള്ളതല്ല. പ്രൈസ് ലോർഡ്. തന്റെ പ്രതികൂലത്തിന്റെ സമയത്തിലും തിമോഥെയോസിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പറയുക, എനിക്ക് വന്നിരിക്കുന്ന ശോധന നിമിത്തം എനിക്ക് ലജ്ജയില്ല, കാരണം വിടുവിക്കുന്നത് ദൈവമാ. പ്രൈസ് ലോർഡ്. അവൻ എന്റെ ഉപനദി, അവൻ അവസാനത്തോളം കാക്കും. പ്രൈസ് ലോർഡ്. അവൻ എന്റെ ഉപനദി, അവൻ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവമാ. അതുകൊണ്ട് മകനെ തിമോഥെയോസേ, ഞാനിപ്പോ ചങ്ങലയിലാണെന്ന് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. പ്രൈസ് ലോർഡ്. കാരണം വിളിച്ച ദൈവമാ, അവൻ എന്നെ നടത്തുന്നുണ്ടെങ്കിൽ അവൻ നിന്നോടും കൂടെയും ഇരിക്കും. പ്രൈസ് ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിശ്വാസം അങ്ങ് വളർന്നു വരണം. പ്രൈസ് ലോർഡ്. നമ്മളെ കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്. ഇത് കഴിയുന്ന പ്രൈസ് ലോർഡ് വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആവേശം. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അവസാനത്തെ ലേഖനം പറഞ്ഞു നിർത്തുന്ന അവസാനത്തെ വാക്ക, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. പ്രൈസ് ലോർഡ്. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഐ ഹാഡ് എ ഗുഡ് ഫൈറ്റ്. പ്രൈസ് ലോർഡ്. ഞാൻ നന്നായിട്ട് പൊരുതി കുഞ്ഞേ, ഇനി നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് നിന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്കത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാവിൽ പാടി ആരാധിക്കുന്നത് പോലെ തന്നെ പ്രൈസ് ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങൾക്കുള്ള ആലോചനയായിട്ട് വരുമ്പോൾ പ്രൈസ് അടുത്തൊരാൾ സ്വോത്രം പറയാനോ അടുത്തൊരാൾ കൈവക്കാനോ വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ കരങ്ങൾ അടിച്ചാണെങ്കിലും നിങ്ങൾ സ്വോത്രം പറഞ്ഞാണെങ്കിലും നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോളണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെ കർത്താവ് തരും, നിങ്ങൾ നിറയ്ക്കും. പ്രൈസിനോട് വന്നതുപോലെ മടങ്ങരുത്. ക്ഷീണിച്ചാണ് വന്നതെങ്കിൽ, ബലഹീനപ്പെട്ടാണ് വന്നതെങ്കിൽ അതുപോലെ മടങ്ങിപ്പോകരുത്. മടങ്ങിപ്പോകുമ്പോൾ ദൈവശക്തി പ്രാപിച്ച് മടങ്ങിപ്പോകാനായിട്ട് ഇടയായി തീരണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന ലേഖനങ്ങളിലെ ഒരു ലേഖനം കൂടെ ചേർത്ത് പറഞ്ഞാൽ പ്രൈസ് ലോർഡ്, 1 തിമോഥെയോസും 2 തിമോഥെയോസും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പ്രൈസ് ലോർഡ് സുവിശേഷകന്മാരുടെ, ദൈവവേലക്കാരുടെ ഗൈഡ് ബുക്കാണ് പ്രൈസ് ലോർഡ് ഈ 1, 2 തിമോഥെയോസിന്റെ ലേഖനങ്ങൾ. ഒരു ദൈവദാസന്, ദൈവസഭ നടത്തുന്നവന്, ഒരു വിശ്വാസിക്ക്, കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട 2 പുസ്തകങ്ങളാണ് 1 തിമോഥെയോസും 2 തിമോഥെയോസും. മാത്രമല്ല തീത്തോസിന്റെ ലേഖനവും. ഈ 3 ലേഖനങ്ങളും കൂടെ ചേർത്തിട്ട് ഇടയ ലേഖനം എന്ന് പറയാറുണ്ട്. പ്രൈസ് ലോർഡ്. ഇടയ ലേഖനം എന്ന് പറഞ്ഞാൽ, പാസ്റ്ററൽ എപ്പിസിൽസ് എന്ന് പറഞ്ഞാൽ ദൈവവേലക്കാരുടെ ഗൈഡാണ്, പുസ്തകമാണ് പ്രൈസ് ലോർഡ് ഈ 3 ലേഖനങ്ങളും. എന്തിന് ഞാനത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രൈസ് ലോർഡ്. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പ്രൈസ് ലോർഡ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിർവ്യാജ വിശ്വാസം പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ലോർഡ് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ, കളങ്കമില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ, കളപ്പില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ കളിപ്പിരില്ലാത്ത ശരിയായ വിശ്വാസം, നിർവ്യാജ വിശ്വാസം. തിമോഥെയോസിന്റെ വിശ്വാസത്തെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കടന്നിട്ട് പറയുക, കുഞ്ഞെ നിന്റെ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് എനിക്ക് സന്തോഷമാണ്. അടുത്ത ഭാഗം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ വിശ്വാസം കുഞ്ഞെ നിന്നിലുണ്ടായിരുന്ന ആ നിർവ്യാജ വിശ്വാസം, നിന്നിലുണ്ടായിരുന്ന നിർവ്യാജ വിശ്വാസത്തെ കുറിച്ച് എനിക്കുണ്ടായ സന്തോഷം. പ്രൈസ് ലോർഡ്. ആ വിശ്വാസം ആദ്യം കണ്ടത്
നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആദ്യം നിന്റെ പ്രൈസലോട് വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസലോട് തിമത്തിയോസിന്റെ അമ്മയും വല്യമ്മച്ചിയും രണ്ടുപേരും യഹൂദ സ്ത്രീകളായിരുന്നു. പ്രൈസലോട് അപ്പനും വല്യപ്പച്ചനും രണ്ടുപേരും യവനന്മാരായിരുന്നു. പറഞ്ഞാൽ ഗ്രീക്കുകാരാണ്. അവർ വിശ്വാസത്തിൽ വന്നോ ഇല്ലയോ എന്നൊന്നും പുസ്തകം പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ അപ്പനും പ്രൈസലോട് തിമത്തിയോസിന്റെ അപ്പനും വല്യപ്പച്ചനും പ്രൈസലോട് അവർ യവനന്മാരാണെന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ യവനന്മാരായിരുന്നു. അമ്മയും വല്യമ്മച്ചിയും അവർ രണ്ടുപേരും യഹൂദ സ്ത്രീകളായിരുന്നു. അവർ നല്ല പ്രാർത്ഥനയുള്ളവരാ, അവർ നല്ല വിശ്വാസമുള്ളവരാ. അതുകൊണ്ട് തന്നെ പറയുക, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി നിനക്കുള്ളത് കൊണ്ട് നീ പ്രാർത്ഥനയിൽ പൊതിഞ്ഞ് അതേ വിശ്വാസത്തിൽ നീ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാ. നിന്റെ നിർവ്യാജ വിശ്വാസം നിനക്ക് കിട്ടിയത് ആദ്യം നിന്റെ വല്യമ്മച്ചിയിൽ നിന്നും പിന്നെ നിന്റെ പ്രൈസലോട് അമ്മയിൽ നിന്നും നിനക്ക് ആ വിശ്വാസം കൈമാറ്റം ചെയ്ത് കിട്ടപ്പെട്ടതാ. നമ്മളെയൊക്കെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് വലിയതായിട്ട് കാണണം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ഒരു പൊതിയലാണ് പ്രൈസ് ലോർഡ് പ്രാർത്ഥിക്കുന്നവരെ ദൈവം ദാനമായി തന്നിരിക്കുന്നത്. സ്തോത്രം. ചില സമയത്ത് അവർക്ക് വലുതൊന്നും തരാനായിട്ടൊന്നും കാണത്തില്ല. ചില പ്രായമുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലയോ? പ്രൈസ് ലോർഡ്, വലിയൊന്നും തരാനൊന്നുമില്ല എൻ്റെ കയ്യിൽ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ലോകത്തിൽ എന്ത് കിട്ടുന്നതിനേക്കാളും വലുതാണ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും മാതാവും ഉള്ളത്, പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുള്ളത്, പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരുള്ളത്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുക, അതാദ്യം നിന്റെ വല്യമ്മച്ചിയിലും രണ്ടാമത് നിന്റെ അമ്മയിലും ഞാനത് കണ്ടു. അതേ വിശ്വാസം തിമത്തിയോസേ മോനെ നിന്നിലും ഞാൻ കാണുകയാണ്. വിശ്വാസം കുടുംബത്തിനകത്ത് നിന്ന് തിമത്തിയോസിന് വന്നേച്ച്. രണ്ടാമത് നിങ്ങൾ നോക്കിയേ, അതിന്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കൃപാവരം ജ്വലിപ്പിക്കണം. വല്യമ്മച്ചിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മയിലും വിശ്വാസം ഉണ്ടായിരുന്നു. വല്യമ്മച്ചിയിലുണ്ടായിരുന്നു, അമ്മയിലും വിശ്വാസം ഉണ്ടായിരുന്നു. അത് മതിയോ? പ്രൈസ് ദി ലോർഡ്. അമ്മ പ്രാർത്ഥിച്ചു, വല്യമ്മച്ചി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് എങ്ങനെയൊക്കെ എനിക്ക് പോകാം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വേറെ ആളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൈസ കൊടുത്ത് ആൾക്കാരെ ആക്കി വെക്കും പോലെയാ ഈ ചില ആൾക്കാർ. ഈ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ആൾക്കാരെയൊക്കെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. വിളിച്ചേച്ച് പറയും, തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കുന്ന ആൾക്കാരുള്ളത് വലിയ സന്തോഷം, എനിക്ക് വലിയ അനുഗ്രഹമാണ്. പക്ഷെ ചിലർ പറയും, പ്രാർത്ഥിക്കാൻ പൈസ കൊടുത്ത് ആൾക്കാരെ ആക്കി വെക്കും. ഇത്ര രൂപ തരാം, പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥന ജോലിയാക്കിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആൾക്കാരെ ആക്കി വെക്കുന്നതിലും എനിക്ക് പ്രശ്നം, ഞാൻ തെറ്റോ അഭിപ്രായം ഒന്നും പറയാൻ വന്നതല്ല. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെ പ്രാർത്ഥിക്കാൻ വാടകയ്ക്ക് നിങ്ങളൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ പ്രാർത്ഥിക്കേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് കുഞ്ഞെ തിമത്തിയോസേ നീ പ്രാർത്ഥിക്കേണ്ടെന്നുള്ളതല്ല, നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. വല്യമ്മച്ചി പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ തള്ളി ഉന്തി പോകാം എന്നുള്ളതല്ല, നിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അനേകർ ആരംഭിച്ചത് നന്നായിട്ട് ആരംഭിച്ചവരാ. പലരോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, പണ്ട് ഭയങ്കര ആരാധനയായിരുന്നു, പണ്ട് പറഞ്ഞ പ്രവചനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴെന്തുവാ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ആ കൊണ്ടിരുന്നത് അത് കരിന്തിരിയായി ഇപ്പം വെറും പുക മാത്രമേ ഉള്ളൂ. ഒരുപാട് വിശ്വാസ ജീവിതത്തിലുള്ള പ്രശ്നം ഭയങ്കരമായി കത്തി നിന്നതൊക്കെ ഇപ്പൊ എന്തായി? ചാരമായ മാമേ. ആദ്യം കുറച്ച് പുകയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുകയും തീർന്നു, ചാരമായി. ഇപ്പൊ പണ്ടത്തെ തീയുടെ കണക്ക് പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പണ്ടത്തെ തീയുടെ കണക്കല്ല, ഇന്ന് പകൽക്കാലത്തെ തീയുടെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൃപാവരം, നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയെ, നമ്മുടെ മേൽ പകരപ്പെട്ട കൃപാവരത്തെ നമ്മൾ ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കണം. എന്ത് ചെയ്യണം? കത്തിക്കണം, കത്തണം. ജ്വലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കത്തണം. You need to burn it. പ്രൈസ് ദി ലോർഡ്. കത്തിക്കണം, ദിവസവും കത്തിക്കണം. നമ്മൾ അടുത്തൊരു ദിവസം ചിന്തിച്ചതാ, ലേവ്യ പുസ്തകത്തിലും ആ പുരോഹിതൻ പ്രൈസ് ദി ലോർഡ് യാഗപീഠത്തിൽ ചെന്നിട്ട് അതിരാവിലെ യാഗപീഠത്തിൽ തീ കത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. യാഗപീഠത്തെ കത്തിച്ച് ഉറപ്പിച്ചോളണം അവിടെ തീ കത്തുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ തീ ഉടങ്ങാതെ, അത് തീ കിട്ടുപോകാതെ അത് കത്തിക്കേണ്ട ഉത്തരവാദിത്വം അത് യാഗപീഠത്തിന്റെ ചുമതലക്കാരനായ യാഗപീഠം നോക്കുന്ന പുരോഹിതന്റെ ജോലിയാ. നിങ്ങളുടെ യാഗപീഠം കത്തുന്നുണ്ടെന്ന് ഉറപ്പിച്ചോളണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കത്തുന്നുണ്ടെന്ന് ഉറപ്പിച്ചോളണം. നിങ്ങളുടെ വിശ്വാസം
വിശ്വാസ ജീവിതം അത് കത്തുന്നുണ്ടെന്ന് ഉറപ്പിച്ചോളണം, ജ്വലിപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകളിൽ ഒന്ന്, പ്രൈസ് ദി ലോർഡ്, വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളതല്ല. കുഞ്ഞേ, നിന്റെ യാഗപീഠം നീ കത്തിക്കണം. നിന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കൃപാവരം കൈവെപ്പിനാൽ അനേക ദൈവദാസന്മാര് പ്രാർത്ഥിച്ച്, പ്രൈസ് ദി ലോർഡ്, നിന്റെ മേൽ അഭിഷേകത്താൽ പകരപ്പെട്ടതിനെ പ്രൈസ് ദി ലോർഡ് കത്തിക്കേണ്ടത് അത് നിന്റെ ഉത്തരവാദിത്വമാണ്. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, പ്രാർത്ഥനയൊന്നുമില്ല. സ്തോത്രം, പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങളായി, കൂട്ടായ്മ കൂടാൻ പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ട് യാഗപീഠത്തിൻ്റെ അവസ്ഥ? തീ പോട്ടെ, അവിടെ കരിന്തിരി പോലുമില്ല, പുക പോലുമില്ല, കുറെ പഴയ ചാരമാ. പണ്ട് നന്നായിട്ട് കത്തിയതാ. പണ്ട് കത്തിയതിന്റെ കണക്കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പണ്ട് കർത്താവിന് വേണ്ടി ഓടി, പണ്ട് ഭയങ്കരമായിട്ട് ആരാധിച്ചു, പണ്ട് ഭയങ്കരമായി പ്രവചിച്ചു, പണ്ട് ഭയങ്കരമായി ശുശ്രൂഷിച്ചു. ഇതൊക്കെ പണ്ടത്തെ കണക്കുകളാ. ഇന്ന് കരിന്തിരിയാണോ പുകയാണോ അതോ നന്നായിട്ട് കത്തുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ യാഗപീഠത്തെ നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, നിന്റെ മേൽ പകരപ്പെട്ട കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, നീ അതിനെ പ്രൈസ് ദി ലോർഡ് നന്നായിട്ട് കത്തുന്നുണ്ടെന്ന് നീ അത് ഉറപ്പ് വരുത്തണം. വല്ലപ്പോഴൊക്കെ പോയി നോക്കണം, എന്റെ വിശ്വാസ ജീവിതം എങ്ങനെയാ, എന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാ, എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ, എന്റെ വചന വായന എങ്ങനെയാ, അത് കരന്തിരി പിടിച്ചിരിക്കുവാണോ, അത് ചാരം പിടിച്ച് കിടക്കുവാണോ, അവിടെ അത് നന്നായിട്ട് കത്തുന്നുണ്ടോ? ഇന്ന് ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടോ, ദൈവം എന്നോട് ഇടപെടുന്നുണ്ടോ, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ടോ, അതോ ചാരം മൂടി എന്റെ യാഗപീഠം കിടക്കുകയാണോ? ഒരുപാട് പേരുടെ വിഷയങ്ങളില്ലേ അവരെ കൈവിട്ട് പോകുമ്പോഴാണ് യാഗപീഠം കത്തിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ചെയ്യരുത്. ഒത്തിരി പേര് ചെയ്യുന്നത് അവരുടെ യാഗപീഠം കത്തിക്കുന്ന എപ്പോഴാ? കൈവിട്ട് പോകുമ്പോൾ. പ്രശ്നങ്ങൾ കൈവിട്ട് പോയി അവരെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോ ഓടിപ്പോയി യാഗപീഠം കത്തിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം എന്തുവാ? പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ വിഷയങ്ങൾ വരുന്നതിന് മുമ്പേ, നിങ്ങളെ കൊണ്ട് തീർക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ വരുന്നതിന് മുമ്പേ യാഗപീഠം കത്തിച്ച് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. യാഗപീഠം കത്തിക്കണം, അത് കത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശരിയായിരിക്കണം, നിങ്ങളുടെ വിശ്വാസ ജീവിതം ശരിയായിരിക്കണം, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒന്ന്, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. വായിച്ച 7-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവ്, നോട്ട് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ഫിയർ അല്ല, ഭയത്തിന്റെ ആത്മാവിനല്ല, ശക്തിയുടെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ ആത്മാവ്. നമ്മുടെ ഈ വീട്ടിലെ എലി കയറത്തില്ല, എലി കയറാറുണ്ടല്ലേ? ഈ എലി കയറി വെച്ച് നിങ്ങൾ എലിയെ ഓടിക്കുമ്പോൾ അതെന്തുവാ ചെയ്യുന്നേ? ഏതെങ്കിലും പൊത്തിൽ പോയി ഒളിക്കും. ഈ പൊത്ത് എവിടെ നിന്നാ വന്നേ? ഈ പൊത്ത് എവിടെ നിന്നാ വന്നേ? പൊത്ത് എപ്പോഴും എലി ഉണ്ടാക്കി, നിങ്ങൾ ഉണ്ടാക്കാൻ എലിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏതൊക്കെയോ സ്ഥലത്തൂടെ എലി പണ്ടേ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ അത് മൊത്തമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് അവസരം കിട്ടിയ അതിനകത്തിരിക്കുക, അത് ഓടിപ്പോയിരിക്കുക. കാരണം അതിനറിയാം ആ സ്ഥലത്തോട് ഇയാൾ വരാറില്ല. പ്രൈസ് ദി ലോർഡ്. പണ്ടെങ്ങാണ്ടോ തുറന്നിട്ട ചില മേഖലകളിൽ പ്രൈസ് ദി ലോർഡ് ഭയം കടന്ന്, ശത്രു കടന്ന് വ്യാപരിക്കുമ്പോൾ ആ സ്ഥലത്തെ പ്രൈസ് ദി ലോർഡ് നമ്മൾ എലിയെ കാണാതാകുമ്പോൾ, എലിയെ കാണുമ്പോൾ ഓടി ചെന്നിട്ട് അത് പുറത്തു വരാതെ അതിനെ അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിനെ നോക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. പകരം എന്ത് ചെയ്യണം? എലിയെ അവിടെ നിന്ന് തുരത്തി കളഞ്ഞേച്ച് അവിടെ ആധിപത്യം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ നട്ടിരിക്കുന്ന സ്ഥലത്ത് വിജയികളെ നിൽക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമുക്കെതിരെ വ്യാപരിക്കുന്നതിനെ അവിടെ നിന്ന് മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഭയത്തിന്റെ ആത്മാവിനെ അല്ല. ഇന്ന് പകൽക്കാലം വിഷയങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞോളണം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയണം, എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാ. ഒരു വാക്യം വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം.
ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുക. കണ്ടോ, പേടിച്ച് വാതിൽ അടച്ചിരിക്കുക. സ്തോത്രം. പേടിച്ച് വാതിൽ അടച്ച് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ട് വാതിലടച്ച് ഒളിച്ചിരിക്കുന്നവന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് പിന്നെ ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഒളിച്ചിരിക്കുന്നവനെ, വാതിലടച്ച് ഒളിച്ചിരിക്കുന്നവനെ വലിച്ച് പുറത്തിറക്കിയിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റുള്ളവർ നോക്കി വെച്ച് പറയുക, പ്രൈസ് ദി ലോർഡ്, അവരെ കണ്ടിട്ട് ഭയപ്പെട്ടവനെന്നല്ല പറയുന്നത്, അവരുടെ ധൈര്യം കണ്ട് ഇവർ അതിശയിച്ചു പോയി എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മനസ്സിലായോ? ആത്മാവിന്റെ ശക്തി എന്തുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് പറയുന്നത് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കടക്കുമ്പോൾ പലവിധമായ വിഷയങ്ങൾ വന്നപ്പോൾ തിമോഥെയോസിനെ മൂടി നിൽക്കുന്ന ഒരു ഭയമുണ്ട്. ആ ഭയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, കുഞ്ഞെ, നീ ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ഭയമല്ല, നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് ശക്തിയാ. നമ്മള് ചില വിഷയങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പുറത്തിറങ്ങത്തില്ല. യു ക്ലോസ് യുവർ സെൽഫ് ഇൻ എ ഷട്ട് ഡോർ. നിങ്ങൾ അടച്ച മുറിക്കുള്ളിരിക്കാൻ ശ്രമിക്കും. എനിക്ക് പുറത്തു പോകണ്ട, ആരെയും കാണണ്ട. പേടിയാ. ഈ ഭയത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ നിന്നെ പുറവുമായിട്ട് മറ്റുള്ളതുമായിട്ട് നിന്റെ നന്മയിൽ നിന്ന് നിന്നെ മുടക്കി കളയും. നിന്നെ പുറത്തോട്ട് ഇറങ്ങാതെ വേണം നിന്നെ മുടക്കി കളയും. നിനക്കൊരു നന്മ കിട്ടാതെ വേണം നിന്റെ പ്രൈസിലോട് നിന്നെ അടച്ച് പ്രൈസിലോട് ഒരിടത്ത് നിന്നെ അങ്ങ് അടച്ച് പൂട്ടിക്കളയും. അതിനകത്ത് നിന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക, മോനെ തിമോഥെയോസേ, നീ ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെ ആത്മാവാ. അത് വലിച്ച് പുറത്തിറക്കി. ഭയപ്പെട്ട് മുറിയടച്ചിരിക്കുന്നവനെ വലിച്ചു പുറത്തിറക്കിയിട്ട് വായിച്ചേ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ദാസ്യത്തിന്റെ ആത്മാവ് എന്താണെന്നറിയാമോ? അത് ഭയത്തിന്റെ ആത്മാവാ. എന്നാൽ അവിടെ പറയുന്നത് അത് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ദാസ്യത്തിന്റെ ആത്മാവല്ല, പകരം എന്തുവാ? അത് പ്രൈസ് ദി ലോർഡ്, അത് സ്വാതന്ത്ര്യത്തിന്റെ, അത് ശക്തിയുടെ ആത്മാവിനെ. വായിച്ചേ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. റോമൻ ചാപ്റ്റർ 8:15. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, പകരം എന്തിന്റെയാ? അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ. രണ്ടും രണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഭയത്തിന്റെ ആത്മാവ് എന്നെ മുന്നോട്ട് ഒരു അടി വെക്കാൻ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്നോട് തന്നെ ഒരു വിശ്വാസ കുറവുണ്ട്. എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ പോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല. എനിക്കൊന്നിനെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ വചനം പഠിപ്പിക്കുക, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നെ. ഇനി മുതൽ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് അവകാശികളാ. അവകാശികൾ എന്ന് പറഞ്ഞാൽ ദാസ്യന്മാരല്ല, പകരം നിങ്ങൾ മക്കളത്രേ. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ ശക്തി അത് ഭയത്തിന്റെ ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 11 to 14. പ്രൈസ് ദി ലോർഡ്. മുറിയടച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മുറിയടച്ച് അകത്തിരുന്ന് പ്രൈസ് ദി ലോർഡ് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരെ പുറത്തിറക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് അവരെ ധൈര്യമുള്ളവരാക്കി മാറ്റി. അവിടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുവാൻ അവർക്ക് ധൈര്യം കൊടുത്തത് അവരുടെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെ അത്രേ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. പകൽക്കാലം പറയണം, പ്രൈസ് ദി ലോർഡ്, ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭയത്തിന്റെ ആത്മാവിനെ അല്ല എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്, ശക്തിയുടെ ആത്മാവിനെയാ. പ്രൈസ് ദി ലോർഡ്. ഭയത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് പകർന്നിരിക്കുന്നത്, ശക്തിയുടെ ആത്മാവിനെയാ. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ ഭാഗം നോക്കുമ്പോൾ പറയുക, യുദ്ധം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി. യഹോശാഫാത്ത് രാജാവിന് യുദ്ധം വരുമ്പോ 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നോക്കിയേ, അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിന് അക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻ ഗതി എന്ന ഗസറോൻ ഹാസോൻ താമാരിലുണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ തനിക്ക് തീർക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ തനിക്കെതിരെ വരുമ്പോൾ വലിയ
വലിയൊരു യുദ്ധം വരുമ്പോൾ പ്രൈസ് ലോർഡ് ഇവിടെ യഹോശാഫാത്ത് രാജാവ് ഭയപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കണ്ടോ ഭയം വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനാ, ഉപവസിക്കുന്നവനാ, ദൈവത്തെ ആരാധിക്കുന്നവനാ എന്നൊരു വിഷയം വന്നപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ലോർഡ് പെട്ടെന്ന് ക്ഷീണിച്ച് വല്ലാതെ പ്രൈസ് ലോർഡ് ക്ഷീണിച്ചു പോകുന്നത് നമുക്കവിടെ കാണാൻ തക്കോണം സാധിക്കുക. യഹോശാഫാത്ത് ഒരു പ്രാർത്ഥനയില്ലാത്തവനൊന്നുമല്ല, ഉപവാസം ഇല്ലാത്തതോ പ്രാർത്ഥന ഇല്ലാത്തതോ ഒന്നുമല്ല. പക്ഷെ എന്തുവാ ഒരു വിഷയം വന്നപ്പോൾ ഭയം കയറുക, ഭയം കൊണ്ട് മൂടുക. ഒരു പ്രാർത്ഥനക്കാരൻ, ഒരു ദൈവ പൈതൽ, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പൈതൽ, ദൈവ പൈതൽ ആദ്യം തിരിച്ചറിയേണ്ടത് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രൈസ് ലോർഡ് ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടുകൂടെ സ്വർഗമുണ്ടെന്നുള്ളതാ. പ്രൈസ് ലോർഡ് നമ്മൾ ഭയപ്പെട്ട് വാതിലടച്ചിട്ട് അയ്യോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഞാനിനി പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം പറയണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാ. എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാ. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് മറഞ്ഞിരിക്കത്തില്ല, ഞാൻ ഭയപ്പെട്ട് വാതിലടച്ചകത്തിരിക്കത്തില്ല. പകരം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ പുറത്തേക്ക് ഇറക്കി എന്നെ അവൻ മാനിക്കും. പ്രൈസ് ലോർഡ് എനിക്കൊരു യുദ്ധം നേരിട്ടാലും എനിക്കെതിരെ പ്രതികൂലം വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? എന്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാ. യഹോശാഫാത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങള്. കർത്താവേ, ഇതിനോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ പറയാറില്ല, കർത്താവേ എനിക്കിതിനോട് വാദിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവേ, നിൽക്കുന്ന വിഷയത്തോട് എതിരിട്ട് നിൽക്കാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കൊണ്ട് ശക്തിയില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല. അപ്പൊ കർത്താവിന്റെ വചനം പറയാ, കുഞ്ഞെ നിനക്കതിനുള്ള ശക്തിയില്ല, പക്ഷെ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അതിനെ മാറ്റി നിൽക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മുടെ മേൽ വരുന്ന യുദ്ധങ്ങളെ മാറ്റി നിർത്താനുള്ള ശക്തിയുണ്ട്. യഹോശാഫാത്തിനോട് പറയൂ, യഹോശാഫാത്ത് പറയാ, കർത്താവേ ഇതിനോട് എതിർത്ത് നിൽക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. വലിയൊരു ജനക്കൂട്ടം, വലിയൊരു യുദ്ധ സൈന്യം എനിക്കെതിരെ വരുന്നുണ്ട്. പ്രൈസ് ലോർഡ്, ഇതുവരെ ഞാൻ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു സൈന്യം എനിക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിന്റെ ആലോചന പറയുക, യഹോശാഫാത്തേ ഇത് നിന്റെ യുദ്ധമല്ല, ഇത് സ്വർഗത്തിന്റെ യുദ്ധമാ. നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ലോർഡ്, നിങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം ദൈവം ഇടപെട്ടിറങ്ങിയ എല്ലാ വേദഭാഗങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ ദൈവത്തിന്റെ ആലോചന വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നീ ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. കാര്യം എന്തുവാ? പ്രവർത്തിക്കുന്നത് ദൈവം. യഹോശാഫാത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം അറിയാമോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്തോത്രം. രണ്ട് കാര്യങ്ങള്. കർത്താവേ ഇതിനോട് എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിയാത്ത, പറ്റാത്ത ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ് ആ ഭയത്തിന്റെ ആത്മാവ് മാറട്ടെ, ദൈവത്തിന്റെ ശക്തി എന്നെ പൊതിയട്ടെ. പ്രൈസ് ലോർഡ്. ഒന്ന് നിശ്ചലമായി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ യഹോശാഫാത്തിനോട് പറയുക, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വിരിക്കുക. മാർത്തയോട് പറഞ്ഞതുപോലെ അതേ ആലോചന വരിക. നീ പലതിനെ ചൊല്ലി അയ്യോ ഇതിനോട് ഞാൻ എങ്ങനെ എതിർത്ത് നിൽക്കും, ഇതിനോട് ഞാൻ എന്ത് മറുപടി പറയും, ഇതിനോട് എതിർത്ത് നിൽക്കുവാൻ എനിക്ക് ശക്തിയില്ലല്ലോ, ഇതിനോട് വാദിപ്പാൻ എനിക്ക് അറിയത്തില്ലല്ലോ. കർത്താവിന്റെ ആലോചന പറയുക, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടേണ്ട, നിന്റെ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. പകരം നീ ശാന്തമായി ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങളെ കൊടുത്തിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു പറ, ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ പൊതിയട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ് എന്റെ വിഷയത്തെ പൊതിയട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ് എന്റെ ഭവനത്തെ പൊതിയട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ് എന്റെ തലമുറയെ പൊതിയട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവ് എന്റെ ജോലി മേഖലയെ പൊതിയട്ടെ. നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും, സ്തോത്രം, രണ്ട് ചോദ്യങ്ങളും ഏറ്റവും ഭയങ്കരമായ രണ്ട് ചോദ്യങ്ങളാണ് യഹോശാഫാത്ത് പറഞ്ഞു. ഒന്ന്, എനിക്ക് ഇതിനോട് എതിർക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. രണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാനെന്താ കർത്താവ് ചെയ്യാൻ പോണെ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് അത് ചെയ്തെടുക്കാനുള്ള കൃപ നിന്റെ മേൽ പകരാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് കപ്പൽ യാത്ര ചെയ്ത് കപ്പൽ ഛേദം സംഭവിച്ച്, പ്രൈസ് ലോർഡ്, 10 ദിവസങ്ങൾ 14 ദിവസങ്ങൾ ഇരുട്ടിൽ മുഴുവനും കരയൊന്നും കാണുന്നില്ല, ആഹാരമില്ല, പട്ടിണിയായിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രൈസ് ലോർഡ് മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അവർ സംസാരിക്കുന്ന ഭാഷ മരണത്തിന്റെ ഭാഷയാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കപ്പൽ ഛേദം സംഭവിച്ച് ആ സമയത്ത് ദൈവത്തിന്റെ ആലോചന പൗലോസോട് പറയുക, മോനെ പൗലോസെ, നീ ഭയപ്പെടരുത്, വിളിച്ചവൻ വിശ്വസ്തനാ.
കപ്പൽ തകർന്നു എന്ന് പറഞ്ഞിട്ട് നീ ഭയപ്പെടരുത്. ആഹാരം തീർന്നു എന്ന് പറഞ്ഞ് നീ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. കര കണ്ടില്ല എന്ന് പറഞ്ഞ് നീ ഭയപ്പെടരുത്. അലച്ചിൽ കഴിഞ്ഞ 14 ദിവസം കൊണ്ട് അയ്യോ അലഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നീ ഭയപ്പെടരുത്. കാരണം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാ. നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ആ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാതെ നമ്മൾ ഭാരപ്പെട്ടു പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം പറയണം, ഞാൻ ഭയപ്പെടാനുള്ളതല്ല, ഞാൻ ഭയപ്പെടാനുള്ളവനല്ല. എന്നെ ഭയപ്പെടുത്തി കളഞ്ഞ എല്ലാ ഭയത്തിന്റെ ആത്മാവും എന്നെ വിട്ട് മാറിപ്പോകട്ടെ. കഴിഞ്ഞ നാളുകളായി എന്റെ കുടുംബത്തിലിട്ട് എന്നെ ഭയപ്പെടുത്തിയ എല്ലാ ഭയത്തിന്റെ ദുരാത്മാവും ഞങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ. ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു വാക്യം വേഗത്തിൽ വായിച്ചേ. 1 യോഹന്നാൻ 4:4. 1 John chapter 4 verse 4. തിമത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുക, മോനെ തിമത്തിയോസേ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. നീ ഭയപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് ചങ്ങലേ കിടക്കുന്ന കണ്ടപ്പം തിമത്തിയോസിന് സ്വാഭാവികമായി ഭയം ഉണ്ടാവും. വിശുദ്ധന്മാരെയൊക്കെ കൊണ്ടുകൊടുക്കുന്ന സമയമായപ്പോൾ തിമത്തിയോസിന് സാധാരണഗതിയിൽ ഭയമുണ്ടായിരിക്കാം. പൗലോസ് കൂടെ ഉള്ളപ്പം സഭകളിലൊക്കെ പോകാനും ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രൈസ് ദി ലോർഡ് ഒക്കെ കഴിയുമായിരിക്കാം. പെട്ടെന്നൊരു ഭയമുണ്ടായോ, ഇനി എങ്ങനെയാ കാര്യങ്ങൾ, നാളെ എന്തായിത്തീരും, എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരും, ഇങ്ങനെ പോയാൽ എങ്ങനെയാ, എൻ്റെ വിഷയങ്ങൾ എങ്ങനെയാ. ദൈവത്തിൻ്റെ ആലോചന ശക്തമായി തീമോഥെയോസിന് പറയുക, നീ ഭയപ്പെടരുത്. നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല കുഞ്ഞെ, ശക്തിയുടെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ പറയണം, എനിക്ക് ഭയമല്ല വേണ്ടത്, എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല. നിങ്ങൾ ഭയത്തിൻ്റെ നടുവിലൂടെ, അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, മരണാകരമായ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. മരണാകരമായ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. കാര്യം എന്തുവാ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. I will not be afraid even if I walk through the valley of death. മരണത്തിന്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നോക്കിയേ, യോഹന്നാൻ പ്രൈസ് ദി ലോർഡ് തന്റെ വാർദ്ധക്യ നാളുകളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുക, കുഞ്ഞേ, 1-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് 1 യോഹന്നാൻ 4:4 ഇങ്ങനെ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴാ ഈ ഭയം അധികം വരുന്നറിയാമോ? ഒന്ന് വിശ്വാസം കുറയുമ്പോൾ. എപ്പോഴാണ് വിശ്വാസം കുറയുന്നത്? അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ആരാ, എന്നെ കൊണ്ടതൊന്നും പറ്റത്തൊന്നുമില്ല. ഇനി ആരേലും നോക്കി വെച്ച് ഓ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്നൊരു വാക്കങ്ങ് പറഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു. അതാ ഗിദെയോനെ നോക്കിയിട്ട് ദൈവത്തിന് ദൂതൻ വിളിച്ചാണ്ടോ, പരാക്രമശാലിയെ. ലോകം നിങ്ങളെ വിളിക്കുന്ന പേരല്ല കർത്താവ് നിങ്ങളെ വിളിക്കുന്നേ. ലോകം പറയും, ഓ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ ഒരു ഭീരുവാ, നീ ഒരു പൊട്ടിയാ, നിന്നെ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ലോകം നിനക്കിട്ട പേരാ, ശത്രു വിളിച്ച പേരാ, തമ്പുരാൻ വിളിച്ച പേരാ പരാക്രമശാലിയെ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീ കഴിവുള്ളത് കൊണ്ടോ, നിനക്ക് പഠിപ്പുള്ളത് കൊണ്ടോ, നിനക്ക് പാരമ്പര്യമുള്ളത് കൊണ്ടോ, നിന്നെ സഹായിപ്പാൻ ആൾക്കാരുള്ളത് കൊണ്ടോ അല്ല. അത് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പം നിമിത്തമാ. അത് പ്രാർത്ഥിച്ചോളണം, കർത്താവേ, അവിടുത്തെ ശക്തി എൻ്റെ മേൽ പകരണം, അവിടുത്തെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ പകരണം. ഭയം മാറിപ്പോകും. ഇന്ന് പകൽക്കാലം നിങ്ങളെ വിഷയങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രൈസ് ദി ലോർഡ് വൈദ്യരേണികളിൽ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറ, ഭയം മാറിപ്പോകട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല എൻ്റെ മേൽ തന്നിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാ. ദൈവമക്കൾ ഭയപ്പെട്ടായിരിക്കാനല്ല കർത്താവ് ഈ പറഞ്ഞ ഭാഗം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ഞാൻ പ്രായമായി വാർദ്ധക്യമായപ്പോൾ കൊച്ചുമക്കളെ വിളിക്കത്തില്ല, അത് വിളിക്കുക, കുഞ്ഞേ. 1-ാമത്തെ ആലോചന, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ഇന്ന് പകൽക്കാലം ഭയം നിങ്ങളെ ഗ്രിപ്പായിട്ട് പിടിച്ചു വെക്കുമ്പോൾ, നിങ്ങൾ ഭയപ്പെട്ട് വിഷയങ്ങൾക്ക് നോക്കിയിട്ട് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാ. അപ്പോസ്തലനായ യോഹന്നാൻ ആത്മാവിനെ വിളിച്ചു പറയുക, 1-ാമത്തെ വെളിപാട്, നീ ദൈവത്തിൽ നിന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ളത് ലോകത്തിലുള്ളതിനെ കാണുമ്പോൾ ഭയപ്പെടത്തില്ല. ദൈവത്തിൽ നിന്നുള്ളത് ശത്രുവിനെ കാണുമ്പോൾ ഭയപ്പെടത്തില്ല. ദൈവത്തിൽ നിന്നുള്ളത് ലോകത്തിന്റെ പ്രതികൂലങ്ങളെ കാണുമ്പോൾ
ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനുള്ളത് ലോകം ഉണ്ടാക്കിയിട്ടുള്ള പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഭയപ്പെടത്തില്ല. പകരം പറയും, എനിക്ക് നിന്നെ പേടിയില്ല, കാരണം ഞാൻ ദൈവത്തിനുള്ളതാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. രോഗമോ ദുഃഖമോ നഷ്ടമോ പ്രതികൂലമോ കഷ്ടതയോ പട്ടിണിയോ എന്തൊക്കെ വന്നാൽ അപ്പോൾ തന്നെ പൗലോസ് പറയുക, ഇതൊന്നും എൻ്റെ കർത്താവിൽ നിന്ന് അകറ്റാൻ കഴിയത്ത. കുഞ്ഞേ, നീ ദൈവത്തിൽ നിന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാ. രണ്ട്, നീ ലോകത്തെ ജയിച്ചതാ. കാര്യം എന്തെന്നറിയാമോ? നമ്മൾ യുദ്ധം ചെയ്തിട്ടല്ല ഈ യുദ്ധം. പ്രൈസ് ദി ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി തീർന്ന ഒരു യുദ്ധമാ. യേശു കർത്താവ് ശത്രുവിന്റെ തല തകർത്ത് അവനെ നിരായുധനാക്കി പരസ്യമായ നാണക്കേടാക്കി വെച്ചിട്ട് ജയാളിയാക്കി മാറ്റിയിട്ട് പറഞ്ഞു, സ്വർലോകത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. യുദ്ധം ജയിച്ച കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ ജയിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങളെ ഭയപ്പെടുന്ന വിഷയങ്ങൾ നോക്കിയിട്ട് പറയണം, പോ, എന്നെ വിട്ടുപോ, നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, നിനക്കെന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ശക്തിയുടെ ആത്മാവാ. എൻ്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്നത് ജയത്തിന്റെ ആത്മാവിനെയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കാനല്ല, ഞാൻ അതുകൊണ്ട് ഭയപ്പെട്ട് ക്ഷീണിച്ച് മാറിപ്പോകാനല്ല. ഇന്നലെ വരെ ഒരുപക്ഷെ വിഷയങ്ങൾ എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം, ഇന്നലെ വരെ ഒരുപക്ഷെ വിഷയങ്ങൾ എന്നെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം. ഇന്ന് പകൽക്കാലം അതിനെന്നെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, praise the Lord, one who is in you is greater than one who is in the world. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. വിഷയത്തെ നോക്കി, ഏത് വിഷയമാണെന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഒരു മല പോലെ നിൽക്കുന്നത്, അതിനെ നോക്കിയിട്ട് പറ, എന്നെ വിട്ടുപോ, നിന്നിലുള്ളതിനേക്കാൾ എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാ. പ്രൈസ് ദി ലോർഡ്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാ. എന്നിലുള്ളവൻ എൻ്റെ രോഗത്തെക്കാൾ വലിയവനാ. എന്നിലുള്ളവൻ എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാ. എന്നിലുള്ളവൻ എൻ്റെ നിന്നയേക്കാൾ വലിയവനാ. എന്നിലുള്ളവൻ എന്നെ ഭയപ്പെടുന്ന വിഷയങ്ങളെക്കാൾ വലിയവനാ. നമ്മളെ ഭയപ്പെടുത്തി നമ്മളെ ഒളിപ്പിച്ച് കളയുന്ന, നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറഞ്ഞ്, ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവ് കർത്താവ് തന്നിരിക്കുക. ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഒന്ന് ശക്തീകരിക്കണം. എൻ്റെ ഭയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്നെ ഭയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നലെ വരെ എന്നെ ഭയപ്പെടുത്തിയത് കർത്താവെ, പുറത്തിറങ്ങാൻ കഴിയാതെ മുറിക്കകത്ത് അടച്ചിട്ട് പ്രൈസ് ദി ലോർഡ് എന്നെ ഭയപ്പെടുത്തി കളഞ്ഞ എല്ലാ ഭയത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ഭയപ്പെടുത്താൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ട എല്ലാ യുദ്ധങ്ങളും കർത്താവെ, പലപ്പോഴും ഈ യുദ്ധത്തിൻ്റെ വിഷയങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാതെ വണ്ണം കർത്താവ് യഹോശാഫാത്ത് ചോദിച്ചതുപോലെ, അയ്യോ, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇതിനോട് എന്താ മറുപടി പറയേണ്ടത് അറിയത്തില്ല, ഈ യുദ്ധം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഈ വിഷയങ്ങളോട് എങ്ങനെയാ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന പറയുക, ഇത് നിന്റെ യുദ്ധമല്ല, ഇത് ദൈവത്തിന്റെ യുദ്ധമാ. ഇത് നിന്റെ യുദ്ധമല്ല, ഇത് തമ്പുരാന്റെ യുദ്ധമാ. ഇത് നിന്റെ യുദ്ധമല്ല, ഇത് സ്വർഗത്തിന്റെ യുദ്ധമാ. ഇത് മിണ്ടാതിരുന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, വിശ്വാസം നോക്കി പറ, പ്രൈസ് ദി ലോർഡ്. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവിനെ ദൈവം എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയതല്ലോ. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ അതിനോടൊന്ന് പകൽക്കാലം പറഞ്ഞേ, ഒരു വിഷയങ്ങൾക്കും എന്നെ തകർക്കാനായിട്ട് കഴിയത്തില്ല, നിന്റെ ഒരു വിഷയത്തിനും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, നിന്റെ ഒരു വിഷയത്തിനും എന്നെ താളടിയാക്കാൻ കഴിയത്തില്ല. എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം ശക്തിയുടെ അഭിഷേകമാണ്.